അധ്യായം 8. സൂറത്തുൽ അൻഫാൽ മദീനയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 75. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. യസ്അലൂനക അനിൽ അൻഫാലി ഖുലിൽ അൻഫാലു ലില്ലാഹി വർ-റസൂൽ فاتقوا الله وأصلحوا ذات بينكم وأطيعوا الله ورسوله إن كنتم مؤمنين. യുദ്ധത്തിൽ കൈവരുന്ന സ്വത്തുക്കളെക്കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു. പറയുക, യുദ്ധത്തിൽ കൈവരുന്ന സ്വത്തുക്കൾ അള്ളാഹുവിനും അവന്റെ റസൂലിനും അവകാശപ്പെട്ടതാകുന്നു. അതുകൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും പരസ്പര ബന്ധം നന്നാക്കുകയും അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുകയും ചെയ്യുക, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാനാൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അള്ളാഹുവിനെക്കുറിച്ച് അവന്റെ ശിക്ഷയും പറയപ്പെട്ടാൽ ഹൃദയങ്ങൾ ഭയപ്പെടുന്നവരും അവന്റെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചാൽ അത് മുഖേന വിശ്വാസം വർദ്ധിക്കുന്നവരും തങ്ങളുടെ റബ്ബിൽ എല്ലാം ഭരമേൽപ്പിക്കുന്നവരും മാത്രമാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ. الذين يقيمون الصلاة ومما رزقناهم ينفقون. അപ്രകാരം തന്നെ നിസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്നവരും അവർക്ക് നാം നൽകിയതിൽ നിന്ന് ചിലവ് ചെയ്യുന്നവരും. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം വമഗ്ഫിറതുൻ വറിസ്ഖുൻ കരീം. അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. തങ്ങളുടെ റബ്ബിൽ പല ഉന്നത പദവികളും പാപമോചനവും മാന്യമായ ആഹാരവും അവർക്കുണ്ട്. كما أخرجك ربك من بيتك بالحق وإن فريقا من المؤمنين لكارهون. സത്യവിശ്വാസികളിൽ നിന്ന് ഒരു വിഭാഗം വെറുക്കുന്നവരായിരിക്കെ താങ്കളുടെ റബ്ബ് സ്വഭവനത്തിൽ നിന്ന് ന്യായമായ ആവശ്യാർത്ഥം താങ്കളെ പുറത്താക്കിയതുപോലെ തന്നെ. يجادلونك في الحق بعدما تبين كأنما يساقون إلى الموت وهم ينظرون. സത്യം വെളിപ്പെട്ടു കഴിഞ്ഞും താങ്കളോടവർ അതിൽ തർക്കിക്കുന്നു. തങ്ങൾ നോക്കി നിൽക്കെ മരണത്തിലേക്ക് അവരെ വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ. وَإِذْ يَعِدُكُمُ اللَّهُ إِحْدَى الطَّائِفَتَيْنِ أَنَّهَا لَكُمْ وَتَوَدُّونَ أَنَّ غَيْرَ ذَاتِ الشَّوْكَةِ تَكُونُ لَكُمْ وَيُرِيدُ اللَّهُ أَن يُحِقَّ الْحَقَّ بِكَلِمَاتِهِ وَيَقْطَعَ دَابِرَ الْكَافِرِينَ. രണ്ടിലൊരു സംഘത്തെ അധീനപ്പെടുത്തി തരാമെന്ന് അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്ത സന്ദർഭം ഓർക്കുക. ശക്തിയില്ലാത്ത സംഘം കൈവന്നാൽ കൊള്ളാമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അള്ളാഹു ആകട്ടെ തന്റെ വചനങ്ങൾ കൊണ്ട് സത്യത്തെ പുലർത്തുകയും സത്യനിഷേധികളുടെ മുരട് തന്നെ മുറിച്ചു കളയുകയും ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നു. لِيُحِقَّ الْحَقَّ وَيُبْطِلَ الْبَاطِلَ وَلَوْ كَرِهَ الْمُجْرِمُونَ. കുറ്റവാളികൾ വെറുക്കുന്നുണ്ടെങ്കിലും സത്യത്തെ സത്യമായി തന്നെ പുലർത്താനും അസത്യത്തെ നശിപ്പിക്കുന്നതിനും വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ പറയുന്നത്. إِذْ تَسْتَغِيثُونَ رَبَّكُمْ فَاسْتَجَابَ لَكُمْ أَنِّي مُمِدُّكُمْ بِأَلْفٍ مِّنَ الْمَلَائِكَةِ مُرْدِفِينَ. റബ്ബിനോട് നിങ്ങൾ സഹായത്തിന് അപേക്ഷിച്ച സന്ദർഭം ഓർക്കുക. തൽഫലമായി തുടർന്നു വരുന്ന 1000 മലക്കുകളെ കൊണ്ട് ഞാൻ നിങ്ങളെ തീർച്ചയായും സഹായിക്കുന്നവനാണെന്ന് അവൻ നിങ്ങൾക്ക് ഉത്തരം നൽകി. وَمَا جَعَلَهُ اللَّهُ إِلَّا بُشْرَى وَلِتَطْمَئِنَّ بِهِ قُلُوبُكُمْ وَمَا النَّصْرُ إِلَّا مِنْ عِندِ اللَّهِ إِنَّ اللَّهَ عَزِيزٌ حَكِيمٌ.
ആ സഹായം അള്ളാഹു നിശ്ചയിച്ചത് നിങ്ങളെ സന്തോഷിപ്പിക്കുവാനും അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ ശാന്തമാക്കാനും വേണ്ടി മാത്രമാണ്. അള്ളാഹുവിങ്കൽ നിന്ന് മാത്രമാണ് സഹായം. അള്ളാഹു പ്രതാപശാലിയും യുക്തിമാനും തന്നെയാകുന്നു. إذ يغشيكم النعاس أمنة منه وينزل عليكم من السماء ماء ليطهركم به ويذهب عنكم رجز الشيطان وليربط على قلوبكم ويثبت به الأقدام. തന്റെ പക്കൽ നിന്നുള്ള നിർഭയാവസ്ഥ മൂലം അവൻ നിങ്ങളെ നിദ്രാമയക്കത്തിന് വിധേയരാക്കിയ സന്ദർഭം ഓർക്കുക. നിങ്ങളെ ശുദ്ധീകരിക്കേണ്ടതിനും പിശാചിന്റെ ദുർബോധന മാലിന്യത്തെ നിങ്ങളിൽ നിന്നകറ്റേണ്ടതിനും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ദൃഢതയുണ്ടാക്കുകയും പാദങ്ങളെ യുദ്ധരംഗത്ത് ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യേണ്ടതിനും ആകാശത്തു നിന്നും അവൻ മഴ വർഷിപ്പിച്ചു തന്ന സന്ദർഭവും ഓർക്കുക. إذ يوحي ربك إلى الملائكة أني معكم فثبتوا الذين آمنوا سألقي في قلوب الذين كفروا الرعب فاضربوا فوق الأعناق واضربوا منهم كل بنان. തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികളെ ഉറപ്പിച്ചു നിർത്തുക. സത്യനിഷേധികളുടെ ഹൃദയങ്ങളിൽ ഞാൻ ഭയം ഇട്ടുകൊടുക്കുന്നതാണ്. അതിനാൽ നിങ്ങൾ അവരുടെ ശിരസുകളും കൈകാലുകളും വെട്ടിമുറിക്കുക എന്ന് മലക്കുകൾക്ക് താങ്കളുടെ റബ്ബ് സന്ദേശം നൽകിയ സന്ദർഭം ഓർക്കുക. ذلك بأنهم شاقوا الله ورسوله ومن يشاقق الله ورسوله فإن الله شديد العقاب. തീർച്ചയായും അവർ അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും എതിർത്തത് കൊണ്ടാണത്. ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും എതിർത്താൽ അള്ളാഹു അവനെ കഠിനമായി ശിക്ഷിക്കുന്നവൻ തന്നെയാണ് തീർച്ച. ذلكم فذوقوه وأن للكافرين عذاب النار. സത്യനിഷേധികളെ, അതാണ് ഇഹലോക ശിക്ഷ. അതുകൊണ്ട് നിങ്ങളത് രുചിച്ചു നോക്കുക. തീർച്ചയായും സത്യനിഷേധികൾക്ക് പരലോകത്ത് നരകശിക്ഷയുണ്ട്. يا أيها الذين آمنوا إذا لقيتم الذين كفروا زحفا فلا تولوهم الأدبار. സത്യവിശ്വാസികളെ, സത്യനിഷേധികളുടെ വമ്പിച്ച സേനയുമായി കണ്ടുമുട്ടിയാൽ അവരിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞോടരുത്. ومن يولهم يومئذ دبره إلا متحرفا لقتال أو متحيزا إلى فئة فقد باء بغضب من الله ومأواه جهنم وبئس المصير. യുദ്ധം നടക്കുമ്പോൾ യുദ്ധാവശ്യാർത്ഥം മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കുന്നവനോ മറ്റൊരു സംഘത്തിലേക്ക് ചെന്നു ചേരുന്നവനോ അല്ലാത്ത വിധം വല്ലവനും അവരിൽ നിന്ന് പിന്തിരിഞ്ഞോടിയാൽ അള്ളാഹുവിങ്കൽ നിന്നുള്ള കോപത്തോടുകൂടി അവൻ മടങ്ങി. അവന്റെ സങ്കേതം നരകമാണ്. അത് വളരെ ചീത്ത സങ്കേതം തന്നെ. فلم تقتلوهم ولكن الله قتلهم وما رميت إذ رميت ولكن الله رمى وليبلي المؤمنين منه بلاء حسنا إن الله سميع عليم. എന്നാൽ അവരെ കൊലപ്പെടുത്തിയത് നിങ്ങളല്ല, അള്ളാഹുവാണ് കൊലപ്പെടുത്തിയത്. താങ്കൾ അവരെ എറിഞ്ഞപ്പോൾ ഏറുകൊള്ളിച്ചത് താങ്കളല്ല, അള്ളാഹുവാണ്. ഇങ്ങനെയെല്ലാം അവൻ ചെയ്തത് സത്യനിഷേധികളെ പരാജയപ്പെടുത്താനും സത്യവിശ്വാസികൾക്ക് അവനിൽ നിന്നുള്ള ഒരു നല്ല അനുഗ്രഹവുമായിട്ടാണ്. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും തന്നെയാകുന്നു. ذلكم وأن الله موهن كيد الكافرين. അത് കാര്യങ്ങളുടെ യാഥാർത്ഥ്യമാണ്. തീർച്ചയായും അള്ളാഹു സത്യനിഷേധികളുടെ കുതന്ത്രങ്ങളെ ദുർബലപ്പെടുത്തുന്നവനാകുന്നു എന്നതും യാഥാർത്ഥ്യമാണ്.
إن تستفتحوا فقد جاءكم الفتح وإن تنتهوا فهو خير لكم وإن تعودوا نعد ولن تغني عنكم فئتكم شيئا ولو كثرت وأن الله مع المؤمنين. നിങ്ങൾ തീരുമാനം തേടിയിരുന്നെങ്കിൽ ഇതാ തീരുമാനം വന്നിരിക്കുന്നു. നിങ്ങൾ യുദ്ധത്തിൽ നിന്ന് വിരമിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതാണ്. ആക്രമണത്തിലേക്ക് നിങ്ങൾ മടങ്ങുന്നുവെങ്കിൽ നബിയെ സഹായിക്കുന്നതിലേക്ക് നാമും മടങ്ങും. സംഘബലം എത്ര വലുതാണെങ്കിലും നിങ്ങൾക്കതുകൊണ്ട് യാതൊരു പ്രയോജനവും ലഭിക്കുകയില്ല. അല്ലാഹു സത്യവിശ്വാസികളുടെ കൂടെ തന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ അطീഉ അല്ലാഹ വറസൂലഹു വലാ തവല്ലൗ അൻഹു വഅൻതും തസ്മഊൻ. സത്യവിശ്വാസികളെ, അള്ളാഹുവിനും അവന്റെ റസൂലിനും നിങ്ങൾ വഴിപ്പെടുക. അള്ളാഹുവിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കെ റസൂലിൽ നിന്നും നിങ്ങൾ പിന്തിരിഞ്ഞു കളയരുത്. ولا تكونوا كالذين قالوا سمعنا وهم لا يسمعون. ഞങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് നാവ് കൊണ്ട് പറയുകയും യഥാർത്ഥത്തിൽ കേൾക്കാതിരിക്കുകയും ചെയ്യുന്നവരെ പോലെ നിങ്ങൾ ആകരുത്. إن شر الدواب عند الله الصم البكم الذين لا يعقلون. ചിന്തിക്കാത്ത ബധിരരും ഊമകളുമാണ് അള്ളാഹുവിങ്കൽ ഏറ്റവും നികൃഷ്ട ജീവികൾ. لو علم الله فيهم خيرا لأسمعهم ولو أسمعهم لتولوا وهم معرضون. വല്ല നന്മ അവരിലുള്ളതായി അറിഞ്ഞിരുന്നെങ്കിൽ അള്ളാഹു അവരെ കേൾപ്പിക്കുമായിരുന്നു. കേൾപ്പിച്ചിരുന്നെങ്കിൽ അവർ വിമുഖരായി പിന്തിരിഞ്ഞുകളയുമായിരുന്നു എന്ന് അവൻ അറിയുന്നതുകൊണ്ട് അവരെ കേൾപ്പിച്ചില്ല. يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون. സത്യവിശ്വാസികളെ, അള്ളാഹുവിനും അവന്റെ റസൂലിനും നിങ്ങളെ ജീവിപ്പിക്കുന്ന കാര്യത്തിലേക്ക് അദ്ദേഹം വിളിക്കുമ്പോൾ ഉത്തരം ചെയ്യുക. തീർച്ചയായും അള്ളാഹു മനുഷ്യനും അവന്റെ ഹൃദയത്തിനുമിടയ്ക്ക് തടസ്സമുണ്ടാക്കുമെന്നും അവനിലേക്കാണ് നിങ്ങൾ ഒരുമിച്ച് കൂടപ്പെടുകയെന്നും അറിയുക. واتقوا فتنة لا تصيبن الذين ظلموا منكم خاصة واعلموا أن الله شديد العقاب. വമ്പിച്ച ശിക്ഷയെ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളിൽ നിന്ന് അക്രമം പ്രവർത്തിച്ചവരെ മാത്രമല്ല അത് ബാധിക്കുക. അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവൻ തന്നെയാണെന്ന് നിങ്ങൾ അറിയുക. واذكروا إذ أنتم قليل مستضعفون في الأرض تخافون أن يتخطفكم الناس فآواكم وأيدكم بنصره ورزقكم من الطيبات لعلكم تشكرون. നിങ്ങൾ എണ്ണത്തിൽ വളരെ കുറവും ഭൂമിയിൽ ദുർബലരായി ഗണിക്കപ്പെട്ടിരുന്നതുമായ സന്ദർഭം ഓർക്കുക. ആളുകൾ റാഞ്ചിക്കൊണ്ടുപോകുമോ എന്ന് നിങ്ങൾ ഭയപ്പെട്ടിരുന്നു. അങ്ങനെ അവൻ നിങ്ങൾക്ക് മദീനയിൽ അഭയം നൽകി, തന്റെ സഹായം കൊണ്ട് നിങ്ങളെ ബലപ്പെടുത്തി, നല്ല സാധനങ്ങൾ നിങ്ങൾക്ക് ആഹാരമായി തന്നു. നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുവാനാണ് അതെല്ലാം ചെയ്തു തന്നത്. يا أيها الذين آمنوا لا تخونوا الله والرسول وتخونوا أماناتكم وأنتم تعلمون. സത്യവിശ്വാസികളെ, നിങ്ങൾ അറിവുള്ളവരായിരിക്കെ അള്ളാഹുവിനോടും റസൂലിനോടും വഞ്ചന കാണിക്കരുത്. പരസ്പരം വിശ്വസിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങളിലും വഞ്ചന ചെയ്യരുത്. أنما أموالكم وأولادكم فتنة وأن الله عنده
أجر عظيم. നിങ്ങളുടെ ധനവും സന്താനങ്ങളും വലിയ പരീക്ഷണം തന്നെയാണെന്നും അല്ലാഹുവിലാണ് മഹത്തായ പ്രതിഫലമുള്ളതെന്നും നിങ്ങൾ അറിയുക. يا أيها الذين آمنوا إن تتقوا الله يجعل لكم فرقانا ويكفر عنكم سيئاتكم ويغفر لكم والله ذو الفضل العظيم. സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്ന പക്ഷം നിങ്ങൾക്കവൻ വിവേചന ശക്തി നൽകുകയും നിങ്ങളുടെ തിന്മകൾ മായിച്ചു കളയുകയും നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും. അള്ളാഹു മഹത്തായ ഔദാര്യമുള്ളവനാകുന്നു. وَإِذْ يَمْكُرُ بِكَ الَّذِينَ كَفَرُوا لِيُثْبِتُوكَ أَوْ يَقْتُلُوكَ أَوْ يُخْرِجُوكَ وَيَمْكُرُونَ وَيَمْكُرُ اللَّهُ وَاللَّهُ خَيْرُ الْمَاكِرِينَ. തടങ്കലിൽ വെക്കുകയോ വധിക്കുകയോ നാടുകടത്തുകയോ ചെയ്യുന്നതിനു വേണ്ടി താങ്കൾക്കെതിരായി സത്യനിഷേധികൾ ഗൂഢാലോചന നടത്തിയ സന്ദർഭം ഓർക്കുക. അവർ ഗൂഢതന്ത്രം പ്രയോഗിക്കുന്നു, അള്ളാഹു അതിന് പ്രതിക്രിയയും ചെയ്യുന്നു. എന്നാൽ അള്ളാഹു ഗൂഢതന്ത്രങ്ങൾക്ക് പ്രതിക്രിയ ചെയ്യുന്നവരിൽ ഏറ്റവും വിദഗ്ധനാകുന്നു. وَإِذَا تُتْلَى عَلَيْهِمْ آيَاتُنَا قَالُوا قَدْ سَمِعْنَا لَوْ نَشَاءُ لَقُلْنَا مِثْلَ هَذَا إِنْ هَذَا إِلَّا أَسَاطِيرُ الْأَوَّلِينَ. നമ്മുടെ വചനങ്ങൾ ഓതിക്കൊടുത്താൽ ഞങ്ങൾ കേട്ടു, വേണമെന്ന് വെച്ചാൽ ഞങ്ങളും ഇതുപോലെ പറയും, ഇത് പൂർവികരുടെ കെട്ടുകഥകൾ മാത്രമാണെന്നെല്ലാം അവർ പറയുന്നതാണ്. وَإِذْ قَالُوا اللَّهُمَّ إِن كَانَ هَذَا هُوَ الْحَقَّ مِنْ عِندِكَ فَأَمْطِرْ عَلَيْنَا حِجَارَةً مِنَ السَّمَاءِ أَوْ ائْتِنَا بِعَذَابٍ أَلِيمٍ. അല്ലാഹുവേ, ഇത് ഖുർആൻ നിന്റെ പക്കൽ നിന്നുള്ള സത്യമാണെങ്കിൽ ആകാശത്തു നിന്ന് ഞങ്ങളുടെ മേൽ നീ കൽമഴ വർഷിപ്പിക്കുകയോ ഞങ്ങളുടെ നേരെ വേദനാജനകമായ മറ്റു വല്ല ശിക്ഷയും അയക്കുകയോ ചെയ്യുക എന്നവർ പറഞ്ഞ സന്ദർഭം ഓർക്കുക. وَمَا كَانَ اللَّهُ لِيُعَذِّبَهُمْ وَأَنْتَ فِيهِمْ وَمَا كَانَ اللَّهُ مُعَذِّبَهُمْ وَهُمْ يَسْتَغْفِرُونَ. താങ്കൾ അവർക്കിടയിൽ ഉണ്ടായിരിക്കുമ്പോൾ അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല, പൊറുക്കലിനെ തേടുന്നവനായിരിക്കുകയും അവരെ ശിക്ഷിക്കുന്നവനാവുകയില്ല. وَمَا لَهُمْ أَلَّا يُعَذِّبَهُمُ اللَّهُ وَهُمْ يَصُدُّونَ عَنِ الْمَسْجِدِ الْحَرَامِ وَمَا كَانُوا أَوْلِيَاءَهُ إِنْ أَوْلِيَاؤُهُ إِلَّا الْمُتَّقُونَ وَلَكِنَّ أَكْثَرَهُمْ لَا يَعْلَمُونَ. അള്ളാഹു അവരെ ശിക്ഷിക്കാതിരിക്കുന്നതിന് അവർക്കെന്തുണ്ട്? പരിശുദ്ധ പള്ളിയിൽ നിന്നും അവർ മുസ്ലിങ്ങളെ തടയുന്നു. അവരാകട്ടെ അതിന്റെ രക്ഷാധികാരികളല്ലതാനും. അതിന്റെ രക്ഷാധികാരികൾ ഭയഭക്തിയുള്ളവർ മാത്രമാകുന്നു. പക്ഷേ അവരിൽ അധികം ആളുകളും അറിയുന്നില്ല. وَمَا كَانَ صَلَاتُهُمْ عِندَ الْبَيْتِ إِلَّا مُكَاءً وَتَصْدِيَةً فَذُوقُوا الْعَذَابَ بِمَا كُنتُمْ تَكْفُرُونَ. പരിശുദ്ധ മന്ദിരത്തിനടുത്ത് അവരുടെ പ്രാർത്ഥന ചൂളം വിളിയും കൈമുട്ടും മാത്രമാണ്. അതുകൊണ്ട് സത്യനിഷേധികളായിക്കൊണ്ടിരുന്നതിന്റെ ഫലമായി നിങ്ങൾ ശിക്ഷ അനുഭവിക്കുക. إِنَّ الَّذِينَ كَفَرُوا يُنْفِقُونَ أَمْوَالَهُمْ لِيَصُدُّوا عَن سَبِيلِ اللَّهِ فَسَيُنْفِقُونَهَا ثُمَّ تَكُونُ عَلَيْهِمْ حَسْرَةً ثُمَّ يُغْلَبُونَ وَالَّذِينَ كَفَرُوا إِلَى جَهَنَّمَ يُحْشَرُونَ.
തീർച്ചയായും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയാനായി സത്യനിഷേധികൾ തങ്ങളുടെ ധനം ചെലവഴിക്കുന്നു. അവർ ഭാവിയിലും ആ ധനം ചെലവഴിക്കും. പിന്നീട് അതവർക്ക് വലിയ ഖേദമായി തീരും. അവസാനം അവർ പരാജിതരാകും. സത്യനിഷേധികൾ നരകത്തിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. ليميز الله الخبيث من الطيب ويجعل الخبيث بعضه على بعض فيركمه جميعا فيجعله في جهنم أولئك هم الخاسرون. അള്ളാഹു നല്ലതിൽ നിന്ന് ചീത്തയെ വേർതിരിക്കാനും ചീത്തയെ ഒന്നിനു മീതെ മറ്റൊന്നായി വെച്ച് എല്ലാം ഒരു കൂമ്പാരമാക്കാനും എന്നിട്ട് അവയെല്ലാം കൂടി നരകത്തിലാക്കാനും വേണ്ടിയാണ്. അവർ സത്യനിഷേധികൾ തന്നെയാണ് നഷ്ടക്കാർ. قل للذين كفروا إن ينتهوا يغفر لهم ما قد سلف وإن يعودوا فقد مضت سنة الأولين. താങ്കൾ സത്യനിഷേധികളോട് പറയുക, അവർ എതിർപ്പിൽ നിന്നും സത്യനിഷേധത്തിൽ നിന്നും വിരമിക്കുകയാണെങ്കിൽ മുമ്പ് കഴിഞ്ഞതെല്ലാം അവർക്ക് മാപ്പ് ചെയ്യപ്പെടുന്നതാണ്. അവർ അക്രമം തുടരുകയാണെങ്കിലോ പൂർവികരിൽ നടന്ന ചട്ടം കഴിഞ്ഞുപോയിട്ടുണ്ടല്ലോ. وقاتلوهم حتى لا تكون فتنة ويكون الدين كله لله فإن انتهوا فإن الله بما يعملون بصير. മർദ്ദനം അവസാനിക്കുകയും അനുസരണം മുഴുവൻ അള്ളാഹുവിനായി തീരുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. ഇനി അവർ വിരമിക്കുന്ന പക്ഷം അള്ളാഹു അവർ പ്രവർത്തിക്കുന്നത് കാണുന്നവൻ തന്നെയാണ്. وَإِن تَوَلَّوْا فَاعْلَمُوا أَنَّ اللَّهَ مَوْلَاكُمْ نِعْمَ الْمَوْلَى وَنِعْمَ النَّصِيرُ. അവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ രക്ഷാധികാരിയാണെന്ന് അറിഞ്ഞിരിക്കുക. അവൻ ഏറ്റവും നല്ല രക്ഷാധികാരിയും ഏറ്റവും നല്ല സഹായിയുമാണ്. وَاعْلَمُوا أَنَّمَا غَنِمْتُم مِّن شَيْءٍ فَأَنَّ لِلَّهِ خُمُسَهُ وَلِلرَّسُولِ وَلِذِي الْقُرْبَى وَالْيَتَامَى وَالْمَسَاكِينِ وَابْنِ السَّبِيلِ إِن كُنتُمْ آمَنتُم بِاللَّهِ وَمَا أَنزَلْنَا عَلَى عَبْدِنَا يَوْمَ الْفُرْقَانِ يَوْمَ الْتَقَى الْجَمْعَانِ وَاللَّهُ عَلَى كُلِّ شَيْءٍ قَدِيرٌ. അറിയുക, നിങ്ങൾക്ക് യുദ്ധത്തിൽ വല്ല സാധനവും കൈവന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ 5-1 അള്ളാഹുവിനും റസൂലിനും നബിയുടെ കുടുംബത്തിനും അനാഥർക്കും അഗതികൾക്കും വിഷമിച്ച യാത്രക്കാർക്കും അവകാശപ്പെട്ടതാണ്. അള്ളാഹുവിലും സത്യാസത്യങ്ങൾ വേർതിരിഞ്ഞ ദിവസം, ഇരുകക്ഷികളും ബദറിൽ കൂട്ടിമുട്ടിയ ദിവസം നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ചതിലും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അറിഞ്ഞുകൊള്ളുക, അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. إذ أنتم بالعدوة الدنيا وهم بالعدوة القصوى والركب أسفل منكم ولو تواعدتم لاختلفتم في الميعاد ولكن ليقضي الله أمرا كان مفعولا ليهلك من هلك عن بينة ويحيى من حي عن بينة وإن الله لسميع عليم. നിങ്ങൾ മദീനയോട് അടുത്ത താഴ്വരയിലും അവർ മദീനയിൽ നിന്ന് അകന്ന താഴ്വരയിലും കച്ചവട സംഘം നിങ്ങളിൽ നിന്നും താഴ്ന്ന സ്ഥലത്തുമായിരുന്നപ്പോൾ പരസ്പരം നിശ്ചയിച്ചുറപ്പിച്ചിരുന്നെങ്കിൽ കരാർ പാലിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഭിന്നിക്കുമായിരുന്നു. പക്ഷേ വിധിക്കപ്പെട്ട കാര്യം അള്ളാഹു നടപ്പിൽ വരുത്തുവാനായി മുൻ തീരുമാനമില്ലാതെ അവൻ നിങ്ങളെ കൂട്ടിമുട്ടിച്ചു.
നശിച്ചു പോകുന്നവർ വ്യക്തമായ തെളിവിനു ശേഷം നശിച്ചു പോകാനും ജീവിക്കുന്നവർ വ്യക്തമായ തെളിവിനു ശേഷം ജീവിക്കാനും അവന്റെ വിധി അവൻ നടപ്പിലാക്കി. തീർച്ചയായും അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. إذ يريكهم الله في منامك قليلا ولو أراكهم كثيرا لفشلتم ولتنازعتم في الأمر ولكن الله سلم إنه عليم بذات الصدور. അവരെ ഒരു ന്യൂനപക്ഷമായി സ്വപ്നത്തിൽ താങ്കൾക്ക് അല്ലാഹു കാണിച്ചു തന്ന സന്ദർഭം ഓർക്കുക. അവരെ ഭൂരിപക്ഷമാക്കി കാണിച്ചു തന്നിരുന്നെങ്കിൽ നിങ്ങളുടെ ധൈര്യം ക്ഷയിക്കുകയും യുദ്ധകാര്യങ്ങളിൽ നിങ്ങൾ ഭിന്നിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അല്ലാഹു നിങ്ങളെ രക്ഷിച്ചു. തീർച്ചയായും ഹൃദയങ്ങളിലുള്ളതിനെക്കുറിച്ച് ശരിക്കും അറിവുള്ളവൻ തന്നെയാണ് അല്ലാഹു. وَإِذْ يُرِيكُمُوهُمْ إِذِ الْتَقَيْتُمْ فِي أَعْيُنِكُمْ قَلِيلًا وَيُقَلِّلُكُمْ فِي أَعْيُنِهِمْ لِيَقْضِيَ اللَّهُ أَمْرًا كَانَ مَفْعُولًا وَإِلَى اللَّهِ تُرْجَعُ الْأُمُورُ. പരസ്പരം കൂട്ടിമുട്ടിയപ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ അവരെ ചെറിയ സംഘമായും അവരുടെ കണ്ണുകളിൽ നിങ്ങളെ ചെറിയ സംഘമായും അല്ലാഹു കാണിച്ചു തന്ന സന്ദർഭം ഓർക്കുക. വിധിക്കപ്പെട്ടൊരു കാര്യം അല്ലാഹു നടപ്പിൽ വരുത്താനായിട്ടാണ് അങ്ങനെ ചെയ്തത്. എല്ലാ കാര്യങ്ങളും അല്ലാഹുവിങ്കലേക്കാണ് മടക്കപ്പെടുന്നത്. يا أيها الذين آمنوا إذا لقيتم فئة فاثبتوا واذكروا الله كثيرا لعلكم تفلحون. സത്യവിശ്വാസികളെ, നിങ്ങൾ ശത്രുസേനാ സംഘത്തെ കണ്ടുമുട്ടുമ്പോൾ അവിടെ ഉറച്ചു നിൽക്കുകയും അല്ലാഹുവിനെ അധികമായി ഓർക്കുകയും ചെയ്യുക, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി. وَأَطِيعُوا اللَّهَ وَرَسُولَهُ وَلَا تَنَازَعُوا فَتَفْشَلُوا وَتَذْهَبَ رِيحُكُمْ وَاصْبِرُوا إِنَّ اللَّهَ مَعَ الصَّابِرِينَ. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക, പരസ്പരം ഭിന്നിക്കരുത്. അപ്പോൾ നിങ്ങളുടെ ധൈര്യം ക്ഷയിക്കുകയും വീര്യം നശിക്കുകയും ചെയ്യും. നിങ്ങൾ ക്ഷമിക്കുക, തീർച്ചയായും അല്ലാഹു ക്ഷമിക്കുന്നവരോടുകൂടെയാകുന്നു. ولا تكونوا كالذين خرجوا من ديارهم بطرا ورئاء الناس ويصدون عن سبيل الله والله بما يعملون محيط. പൊങ്ങച്ചം കാട്ടിയും ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയും സ്വന്തം വീടുകളിൽ നിന്ന് പുറപ്പെട്ടു പോയവരെ പോലെ നിങ്ങളാകരുത്. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്നും അവർ ജനങ്ങളെ തടയുന്നു. അല്ലാഹു അവരുടെ പ്രവർത്തനങ്ങളെ വലയം ചെയ്തവനാകുന്നു. وَإِذْ زَيَّنَ لَهُمُ الشَّيْطَانُ أَعْمَالَهُمْ وَقَالَ لَا غَالِبَ لَكُمُ الْيَوْمَ مِنَ النَّاسِ وَإِنِّي جَارٌ لَكُمْ فَلَمَّا تَرَاءَتِ الْفِئَتَانِ نَكَصَ عَلَى عَقِبَيْهِ وَقَالَ إِنِّي بَرِيءٌ منكم إني أرى ما لا ترون إني أخاف الله والله شديد العقاب. നിങ്ങളെ ജയിക്കുവാൻ ഇന്ന് മനുഷ്യരിൽ ആരുമില്ല, നിങ്ങളെ രക്ഷിക്കുവാൻ ഞാനുണ്ടെന്ന് പറഞ്ഞു പിശാച് തങ്ങളുടെ പ്രവർത്തനങ്ങളെ അവർക്ക് മനോഹരമാക്കി കാണിച്ചു കൊടുത്ത സന്ദർഭം ഓർക്കുക. അങ്ങനെ രണ്ട് സംഘങ്ങളും കണ്ടുമുട്ടിയപ്പോൾ അവൻ പിന്തിരിയുകയും ഇങ്ങനെ പറയുകയും ചെയ്തു: ഞാൻ നിങ്ങളുമായി ബന്ധം മുറിഞ്ഞവനാണ്, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുക തന്നെ ചെയ്യുന്നു. അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. إذ يقول المنافقون والذين في قلوبهم مرض غر هؤلاء دينهم ومن
يتوكل على الله فإن الله عزيز حكيم. ഇക്കൂട്ടരെ അവരുടെ മതം വഞ്ചിച്ചിരിക്കുന്നു എന്ന് കപടവിശ്വാസികളും ഹൃദയങ്ങളിൽ രോഗമുള്ളവരും പറഞ്ഞ സന്ദർഭം ഓർക്കുക. വല്ലവനും തന്റെ കാര്യം അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചാൽ അവൻ പരാജയപ്പെടില്ല. കാരണം അല്ലാഹു പ്രതാപവാനും യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനുമാകുന്നു. ولو ترى إذ يتوفى الذين كفروا الملائكة يضربون وجوههم وأدبارهم وذوقوا عذاب الحريق. സത്യനിഷേധികളെ തങ്ങളുടെ മുഖങ്ങളിലും പിൻഭാഗങ്ങളിലും അടിച്ചുകൊണ്ട് മലക്കുകൾ മരണപ്പെടുത്തുന്ന സന്ദർഭം താങ്കൾ കണ്ടിരുന്നെങ്കിൽ അതൊരു ഭയങ്കര കാഴ്ചയായിരിക്കും. കരിക്കുന്ന അഗ്നിയുടെ ശിക്ഷ നിങ്ങളൊന്ന് ആസ്വദിക്കുക എന്ന് മലക്കുകൾ അവരോട് പറയുന്നതുമാണ്. ذلك بما قدمت أيديكم وأن الله ليس بظلام للعبيد. സത്യനിഷേധികളെ, നിങ്ങളുടെ കൈകൾ മുമ്പ് പ്രവർത്തിച്ചതുകൊണ്ടും അല്ലാഹു തന്റെ അടിമകളെ ഒട്ടും ആക്രമിക്കുന്നവനെയല്ല എന്നതുകൊണ്ടുമാണത്. كدأب آل فرعون والذين من قبلهم كفروا بآيات الله فأخذهم الله بذنوبهم إن الله قوي شديد العقاب. ഫിർഔന്റെ കൂട്ടരിലും അവരുടെ മുമ്പിലുള്ളവരിലും നടന്ന സമ്പ്രദായം പോലെ തന്നെയാണ് മക്കക്കാരുടേത്. അവർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു. അപ്പോൾ തങ്ങളുടെ കുറ്റങ്ങൾ നിമിത്തം അള്ളാഹു അവരെ ശിക്ഷിച്ചു. തീർച്ചയായും അള്ളാഹു ശക്തനും കഠിനമായി ശിക്ഷിക്കുന്നവനുമാകുന്നു. ذلك بأن الله لم يك مغيرا نعمة أنعمها على قوم حتى يغيروا ما بأنفسهم وأن الله سميع عليم. അതെന്തുകൊണ്ടെന്നാൽ ഒരു ജനതയുടെ സ്ഥിതിയിൽ അവർ തന്നെ മാറ്റം വരുത്തുന്നതുവരെ അവർക്ക് അവൻ ചെയ്തു കൊടുത്ത അനുഗ്രഹത്തിൽ അവൻ മാറ്റം വരുത്തുന്നതല്ല എന്നതുകൊണ്ടും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു എന്നതുകൊണ്ടുമാണ്. كدأب آل فرعون والذين من قبلهم كذبوا بآيات ربهم فأهلكناهم بذنوبهم وأغرقنا آل فرعون وكل كانوا ظالمين. ഫിർഔന്റെ കൂട്ടരിലും അവർക്ക് മുമ്പിലുള്ളവരിലും നടന്ന സമ്പ്രദായം പോലെ തന്നെ അവർ തങ്ങളുടെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു. അപ്പോൾ അവരുടെ കുറ്റങ്ങൾ നിമിത്തം നാം അവരെ ശിക്ഷിച്ചു. ഫിർഔന്റെ കൂട്ടരെ നാം സമുദ്രത്തിൽ മുക്കിക്കൊല്ലുകയും ചെയ്തു. അവരെല്ലാം അക്രമകാരികളായിരുന്നു. ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹി അല്ലദീന കഫറൂ ഫഹും ലാ യുഅ്മിനൂൻ. തീർച്ചയായും അല്ലാഹുവിങ്കൽ ഏറ്റവും നികൃഷ്ട ജീവികൾ സത്യത്തെ നിഷേധിച്ചവരാണ്. അതിനാൽ അവർ ഒരിക്കലും സത്യത്തിൽ വിശ്വസിക്കുകയില്ല. الذين عاهدت منهم ثم ينقضون عهدهم في كل مرة وهم لا يتقون. താങ്കൾ അവരുമായി സന്ധി ചെയ്തു, പിന്നീട് സന്ധിയുണ്ടാക്കുന്ന ഓരോ തവണയും അവർ തങ്ങളുടെ കരാർ ലംഘിക്കുകയും അതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് അള്ളാഹുവിനെ സൂക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നു. فإما تثقفنهم في الحرب فشرد بهم من خلفهم لعلهم يذكرون. അതുകൊണ്ട് യുദ്ധത്തിൽ കണ്ടുമുട്ടിയാൽ അവരെ കൊണ്ട് അവരുടെ പിന്നിലുള്ളവരെ താങ്കൾ ആട്ടിയോടിച്ചു കളയുക, അവർ ഓർമ്മിക്കുവാനും മതി. وَإِمَّا تَخَافَنَّ مِنْ قَوْمٍ خِيَانَةً فَانبِذْ إِلَيْهِمْ عَلَى سَوَاءٍ إِنَّ اللَّهَ لَا يُحِبُّ الْخَائِنِينَ.
ഒരു ജനതയിൽ നിന്ന് താങ്കൾ വഞ്ചനയെ ഭയപ്പെടുന്ന പക്ഷം സമനിലയിൽ കരാർ ദുർബലപ്പെടുത്തിയതായി അവരെ അറിയിക്കുക. വഞ്ചകരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നതേയല്ല. ولا يحسبن الذين كفروا سبقوا إنهم لا يعجزون. തങ്ങൾ അല്ലാഹുവിനെ തോൽപ്പിച്ചുവെന്ന സത്യനിഷേധികൾ ഒരിക്കലും കരുതരുത്, അവർ അവനെ അശക്തനാക്കുകയില്ല തീർച്ച. وأعدوا لهم ما استطعتم من قوة ومن رباط الخيل ترهبون به عدو الله وعدوكم وآخرين من دونهم لا تعلمونهم الله يعلمهم وما تنفقوا من شيء في سبيل الله يوفى إليكم وأنتم لا تظلمون. അവർ ശത്രുക്കൾക്ക് വേണ്ടി ശക്തി സംഭരിക്കുക, കുതിരകളെ കെട്ടിനിർത്തുക എന്നിങ്ങനെ നിങ്ങളുടെ കഴിവിൽപ്പെട്ട എല്ലാ കാര്യങ്ങളും സജ്ജീകരിക്കുക. അതുമൂലം നിങ്ങൾ അല്ലാഹുവിന്റെ ശത്രുക്കളെയും സ്വന്തം ശത്രുക്കളെയും അവർക്ക് പുറമേയുള്ള മറ്റു ചിലരെയും നിങ്ങൾക്കവരെ അറിയില്ല, അല്ലാഹുവിനറിയാം. ഭയപ്പെടുത്തുന്നതിനു വേണ്ടി അല്ലാഹുവിന്റെ മാർഗത്തിൽ വല്ലതും ചെലവ് ചെയ്താൽ അത് പൂർണ്ണമായും മടക്കപ്പെടും, നിങ്ങൾ ആക്രമിക്കപ്പെടുകയുമില്ല. وَإِن جَنَحُوا لِلسَّلْمِ فَجَنَحْ لَهَا وَتَوَكَّلْ عَلَى اللَّهِ إِنَّهُ هُوَ السَّمِيعُ الْعَلِيمُ. ഇനിയവർ സന്ധിയിലേക്ക് വരികയാണെങ്കിൽ താങ്കളും അതിലേക്ക് ചെല്ലുക, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുക. തീർച്ചയായും അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും തന്നെയാണ്. وَإِن يُرِيدُوا أن يخدعوك فإن حسبك الله هو الذي أيدك بنصره وبالمؤمنين. അവർ താങ്കളെ വഞ്ചിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ താങ്കൾക്ക് അല്ലാഹു തന്നെ മതി. തന്റെ സഹായം കൊണ്ടും സത്യവിശ്വാസികളെ കൊണ്ടും താങ്കളെ ബലപ്പെടുത്തുന്നവനാണവൻ. وَأَلَّفَ بَيْنَ قُلُوبِهِمْ لَوْ أَنفَقْتَ مَا فِي الْأَرْضِ جَمِيعًا مَا أَلَّفْتَ بَيْنَ قُلُوبِهِمْ وَلَكِنَّ اللَّهَ أَلَّفَ بَيْنَهُمْ إِنَّهُ عَزِيزٌ حَكِيمٌ. അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ അവൻ യോജിപ്പുണ്ടാക്കുകയും ചെയ്തു. ഭൂമിയിലുള്ളത് മുഴുവൻ ചെലവ് ചെയ്താൽ പോലും അവരുടെ ഹൃദയങ്ങൾക്കിടയിൽ യോജിപ്പുണ്ടാക്കാൻ താങ്കൾക്ക് കഴിയുമായിരുന്നില്ല. പക്ഷേ അല്ലാഹു അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കി. തീർച്ചയായും അവൻ പ്രതാപശാലിയും യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനും തന്നെയാകുന്നു. യാ അയ്യുഹൻ നബിയ്യു ഹസ്ബുകല്ലാഹു വമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ. പ്രവാചകരെ, താങ്കൾക്ക് അല്ലാഹുവും താങ്കളെ അനുകരിച്ച സത്യവിശ്വാസികളും തന്നെ മതി. യാ അയ്യുഹൻ നബിയ്യു ഹർറിദിൽ മുഅ്മിനീന അലൽ ഖിതാൽ ഇൻ യകും മിൻകും 20 സാബിറൂന യഗ്ലിബൂ 200 وَإِن يَكُن مِّنكُم 100 يَغْلِبُوا 1000 مِّنَ الَّذِينَ كَفَرُوا بِأَنَّهُمْ قَوْمٌ لَّا يَفْقَهُونَ. പ്രവാചകരെ, യുദ്ധത്തിന് സത്യവിശ്വാസികളെ പ്രേരിപ്പിക്കുക. നിങ്ങളിൽ ക്ഷമാശീലരായ 20 പേരുണ്ടായാൽ അവർ ശത്രുക്കളെ 200 പേരെ ജയിക്കും. നിങ്ങളിൽ ക്ഷമാശീലരായ 100 പേരുണ്ടായാൽ അവർ സത്യനിഷേധികളായ 1000 പേരെ ജയിക്കുന്നതാണ്. അവർ കാര്യബോധമില്ലാത്ത ജനതയായതുകൊണ്ടാണത്. الآن خفف الله عنكم وعلم أن فيكم ضعفا فإن يكن منكم 100 صابرة يغلبوا 200 وإن يكن منكم 1000 يغلبوا 2000 بإذن الله
ഇപ്പോൾ നിങ്ങൾക്ക് അല്ലാഹു ലഘുവാക്കി തന്നിരിക്കുന്നു. നിങ്ങൾക്ക് ബലക്ഷയമുണ്ടെന്നവർ അറിഞ്ഞിട്ടുണ്ട്. അതിനാൽ നിങ്ങളിൽ ക്ഷമാശീലരായ 100 പേരുണ്ടെങ്കിൽ അവർ 200 പേരെ ജയിക്കും. നിങ്ങളിൽ 1000 പേരുണ്ടായാൽ അല്ലാഹുവിന്റെ സഹായത്തോടെ അവർ 2000 പേരെ ജയിക്കും. അല്ലാഹു ക്ഷമാശീലരോടൊപ്പമാകുന്നു. ما كان لنبي أن يكون له أسرى حتى يثخن في الأرض تريدون عرض الدنيا والله يريد الآخرة والله عزيز حكيم. ഒരു നബിക്കും ശത്രുക്കളിൽ നിന്ന് അദ്ദേഹം ഭൂമിയിൽ ശക്തി പ്രാപിക്കുന്നതുവരെ ബന്ധനസ്ഥ യുദ്ധത്തടവുകാർ ഉണ്ടായിരിക്കൽ അനുയോജ്യമല്ല. നിങ്ങൾ ഐഹിക വിഭവങ്ങൾ ഉദ്ദേശിക്കുന്നു. അല്ലാഹുവാകട്ടെ പരലോകത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു പ്രതാപശാലിയും തികഞ്ഞ തന്ത്രജ്ഞനുമാകുന്നു. لولا كتاب من الله سبق لمسكم فيما أخذتم عذاب عظيم. അല്ലാഹുവിങ്കിൽ നിന്നുള്ള മുൻകടന്ന വിധിയുണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾ മോചനദ്രവ്യം വാങ്ങിയതിൽ കഠിനമായ ശിക്ഷ നിങ്ങളെ ബാധിക്കുമായിരുന്നു. فكلوا مما غنمتم حلالا طيبا واتقوا الله إن الله غفور رحيم. അതിനാൽ യുദ്ധത്തിൽ പിടിച്ചെടുത്തത് നല്ലതും നിയമാനുസൃതവുമെന്ന നിലയ്ക്ക് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക. അല്ലാഹു ഏറ്റവും പൊറുക്കുന്നവനും പരമകാരുണികനും തന്നെയാകുന്നു. يا أيها النبي قل لمن في أيديكم من الأسرى إن يعلم الله في قلوبكم خيرا يؤتكم خيرا مما أخذ منكم ويغفر لكم والله غفور رحيم. ഓ നബിയെ, നിങ്ങളുടെ അധീനതയിലുള്ള തടവുകാരോട് പറയുക, നിങ്ങളുടെ ഹൃദയങ്ങളിൽ വല്ല നന്മയുണ്ടെന്ന് അല്ലാഹു അറിയുന്നുവെങ്കിൽ നിങ്ങളിൽ നിന്ന് വാങ്ങിയതിനേക്കാൾ നല്ലതവൻ തരുന്നതും നിങ്ങൾക്ക് പുറത്തു തരുന്നതുമാണ്. അല്ലാഹു ഏറ്റവും പൊറുക്കുന്നവനും പരമകാരുണികനുമാകുന്നു. وَإِن يُرِيدُوا خِيَانَتَكَ فَقَدْ خَانُوا اللَّهَ مِن قَبْلُ فَأَمْكَنَ مِنْهُمْ وَاللَّهُ عَلِيمٌ حَكِيمٌ. താങ്കളെ വഞ്ചിക്കാനാണ് അവരുദ്ദേശിക്കുന്നതെങ്കിൽ അവർ ഇതിനു മുമ്പ് തന്നെ അല്ലാഹുവിനോട് വഞ്ചന കാണിച്ചിട്ടുണ്ട്. തൽഫലമായി അവരെ നിങ്ങൾക്ക് അവൻ അധീനപ്പെടുത്തി തരികയും ചെയ്തു. അല്ലാഹു സർവജ്ഞനും മഹായുക്തിമാനുമാകുന്നു. إن الذين آمنوا وهاجروا وجاهدوا بأموالهم وأنفسهم في سبيل الله والذين آووا ونصروا أولئك بعضهم أولياء بعض والذين آمنوا ولم يهاجروا ما لكم من ولايتهم من شيء حتى يهاجروا وإن استنصروكم في الدين فعليكم النصر إلا على قوم بينكم وبينهم ميثاق والله بما تعملون بصير. തീർച്ചയായും സത്യത്തിൽ വിശ്വസിക്കുകയും സ്വദേശം വെടിയുകയും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അല്ലാഹുവിന്റെ മാർഗത്തിൽ അടരാടുകയും ചെയ്തവരും മുഹാജിറുകൾക്ക് മദീനയിൽ അഭയം നൽകുകയും സഹായിക്കുകയും ചെയ്തവരും പരസ്പരം ബന്ധുക്കളാകുന്നു. എന്നാൽ സത്യത്തിൽ വിശ്വസിക്കുകയും സ്വദേശം വിടാതിരിക്കുകയും ചെയ്തവരാകട്ടെ സ്വദേശം വിടുന്നതുവരെ അവരെ രക്ഷിക്കേണ്ട യാതൊരു ബാധ്യതയും നിങ്ങൾക്കില്ല. പക്ഷേ മതകാര്യത്തിൽ നിങ്ങളോട് സഹായം ആവശ്യപ്പെട്ടാൽ അവരെ സഹായിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. എന്നാൽ നിങ്ങളുമായി കരാറിലിരിക്കുന്നവർക്കെതിരെ അവരെ സഹായിക്കാൻ പാടില്ല. അല്ലാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ശരിക്കു നോക്കി കാണുന്നവനാകുന്നു.
والذين كفروا بعضهم أولياء بعض إلا تفعلوه تكن فتنة في الأرض وفساد كبير. സത്യനിഷേധികളും പരസ്പരം ബന്ധുക്കളത്രേ. ഇത് ഈ പറഞ്ഞ നിർദ്ദേശം നിങ്ങൾ പ്രവർത്തനത്തിൽ വരുത്താത്ത പക്ഷം ഭൂമിയിൽ വമ്പിച്ച കുഴപ്പവും നാശവുമുണ്ടായിത്തീരും. والذين آمنوا وهاجروا وجاهدوا في سبيل الله والذين آووا ونصروا أولئك هم المؤمنون حقا لهم مغفرة ورزق كريم. സത്യവിശ്വാസം അവലംബിക്കുകയും സ്വദേശം വിടുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുകയും ചെയ്തവരും മുഹാജിറുകൾ, അവർക്ക് അഭയം നൽകുകയും സഹായിക്കുകയും ചെയ്തവരും അൻസാറുകൾ യഥാർത്ഥ വിശ്വാസികൾ തന്നെയാണ്. അവർക്ക് പാപമോചനവും മാന്യമായ ആഹാരവുമുണ്ട്. والذين آمنوا من بعد وهاجروا وجاهدوا معكم فأولئك منكم وأولو الأرحام بعضهم أولى ببعض في كتاب الله إن الله بكل شيء عليم. പിന്നീട് സത്യവിശ്വാസം സ്വീകരിക്കുകയും സ്വദേശം വെടിയുകയും ചെയ്തവർ നിങ്ങളിൽപ്പെട്ടവർ തന്നെയാണ്. അള്ളാഹുവിന്റെ വിധിയിൽ രക്തബന്ധമുള്ളവർ അനന്തരാവകാശ സ്വത്തിന് പരസ്പരം കൂടുതൽ ബന്ധപ്പെട്ടവരാകുന്നു. തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അഗാധ ജ്ഞാനമുള്ളവനാണ്.